ഒരു ചോദ്യം ചോദിച്ച് ആരംഭിക്കാം. നിങ്ങൾ നിങ്ങളോട് സ്വയം സംസാരിക്കുന്നത് പോലെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിച്ചാൽ അയാൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായി തുടരുമോ? മിക്കവാറും ആളുകളുടെ കാര്യത്തിൽ സാധ്യതയില്ല. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. അത് കിട്ടാതെ വന്നാൽ നമ്മൾ പരാതിപ്പെടാറുമുണ്ട്. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പരിഗണന നമ്മൾ സ്വയം നമുക്ക് നൽകാൻ മറന്നും പോകുന്നു. ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെയുള്ള ഒരേ ഒരു വ്യക്തി ദൈവം കൂടാതെ അത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകുന്നത് വളരെ പ്രധാനമാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകുന്നത് എങ്ങനെയെന്നും നമ്മുടെ സന്തോഷത്തെയും സക്സസിനെയും മനസമാധാനത്തെയും എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമ്മൾ കാണാൻ പോകുന്നു. കാണപ്പെടുവാൻ, സപ്പോർട്ട് ചെയ്യപ്പെടുവാൻ, സ്നേഹിക്കപ്പെടുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ മുഴുവൻ സമയവും അത് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുക എന്നത് പ്രയാസകരമാണ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ മികച്ച കൂട്ടുകാരിയായാൽ മറ്റാരും കൂടെ നിൽക്കാനില്ലാത്തപ്പോഴും നമ്മൾ നമുക്കായി സ്വയം നിലനിൽക്കും. മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാനുള്ള പരിശ്രമം നമ്മൾ അവസാനിപ്പിക്കും. വൈകാരികമായ സ്വയം പര്യാപ്തത നമ്മൾ നേടും. ഇനി ഇങ്ങനെയല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായും നമ്മൾ നമ്മെ തന്നെ ഇപ്പോഴും കുറ്റപ്പെടുത്താൻ ആരംഭിക്കും. നമ്മൾ സ്വന്തം മൂല്യം നിർണ്ണയിക്കുന്നതിന് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തിരിക്കാൻ തുടങ്ങും. ആരോഗ്യകരമല്ലാത്ത ബന്ധങ്ങളിൽ നിലനിൽക്കും. പുറമേ എല്ലാം നന്നായി പോകുന്ന പോലെ കാണപ്പെട്ടാലും ഉള്ളിൽ ഒരിക്കലും സമാധാനം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. സുരക്ഷിതമല്ലാത്ത ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്കെപ്പോഴും. ഇത് നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനും വളർച്ചയ്ക്കും സക്സസിനുമെല്ലാം പ്രധാനമാണ്. കാരണം ഇത് നമ്മുടെ ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കുന്നു, ആന്തരിക സമാധാനം വളർത്തുന്നു, നമ്മുടെ ആത്മാഭിമാനം വളർത്തുകയും സ്വന്തം മൂല്യം കാണാൻ സഹായിക്കുകയും വൈകാരിക പ്രതിരോധം വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മൾ നമ്മളോട് തന്നെ സഹാനുഭൂതി കാണിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നു. ഇത് സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്ന കോർട്ടിസോളിൻ്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാഡീവ്യൂഹങ്ങളിൽ പല മാറ്റങ്ങൾക്കും കാരണമാകുന്നു. പല ആളുകളും കരുതുന്നത് നമ്മളോട് തന്നെ കഠിനമായി പെരുമാറിയാൽ അത് സക്സസിലേക്ക് നയിക്കുമെന്നാണ്. എന്നാൽ അത് ശരിയല്ല. കാരണം സ്വയം പരിഗണിക്കുന്ന വ്യക്തികൾക്ക് മോട്ടിവേഷൻ വർദ്ധിക്കുകയും പരാജയങ്ങൾ അധികം ഭയപ്പെടുത്താതാവുകയും തോൽവി സംഭവിച്ചാലും പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യുവാനും മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിക്കാതെ മുന്നേറാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ സ്വയം വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നവരും ടോക്സിക്കായ സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നവരും മികച്ച ബന്ധങ്ങളും അവസരങ്ങളും ആകർഷിക്കുകയും ചെയ്യുന്നവരാണ്. ന്യൂറോ സയൻസിലെയും സൈക്കോളജിയിലെയും പഠനങ്ങൾ കാണിക്കുന്നത് സ്വയം സഹാനുഭൂതി മാനസികാരോഗ്യത്തെ മാത്രമല്ല സഹായിക്കുന്നത്, മറിച്ച് പ്രൊഡക്ടിവിറ്റി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും വൈകാരിക ബുദ്ധി മെച്ചപ്പെടുത്തുവാനും ജീവിത സംതൃപ്തിക്കും കാരണമാകുന്നുവെന്നാണ്. ഇനി പടിപടിയായി നമ്മുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആകുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1. നോട്ടീസ് യുവർ ഇന്നർ വോയിസ്. സ്വന്തം ആന്തരിക സ്വരത്തെ, ഇന്നർ വോയിസിനെ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ എങ്ങനെ സംസാരിക്കുന്നു? ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമോ എന്ന് പരിശോധിക്കാം. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന കഠിനമായ ഹാർഷായ വാക്കുകളെ മാറ്റി അവയെ റീഫ്രെയിം ചെയ്ത് അല്പം കൂടി സൗമ്യമുള്ളതാക്കാം. 2. പ്രാക്ടീസ് ഡെയിലി സെൽഫ് കമ്പാഷൻ. ദിവസവും സ്വയം സഹാനുഭൂതി പരിശീലിക്കുക. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സ്വയം കുറ്റപ്പെടുത്താതെ പകരം ഇങ്ങനെ പറയാൻ ശ്രമിക്കാം: ഇത് കഠിനമാണ്, എങ്കിലും ഞാൻ എനിക്ക് വേണ്ടിയുണ്ട്, ഒരു പിൻബലമായി എന്നെല്ലാം പറയാൻ ശ്രമിക്കാം. പ്രതിസന്ധികളുടെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന പോലെ തന്നെ സ്വയം സപ്പോർട്ട് കൊടുക്കുവാനും ശ്രമിക്കാം. 3. ഡൂയിങ് സ്മോൾ ആക്ട്സ് ഓഫ് സെൽഫ് കൈൻഡ്നെസ്. സ്വയം സഹാനുഭൂതി പ്രകടമാക്കിക്കൊണ്ടുള്ള ചെറിയ പ്രവൃത്തികളിൽ ഏർപ്പെടുക. നിങ്ങൾക്ക് വേണ്ടി തന്നെ നിൽക്കുന്നതും കുറ്റബോധം കൂടാതെ വിശ്രമിക്കാൻ തോന്നുമ്പോൾ വിശ്രമിക്കുന്നതും നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞുമെല്ലാം നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് പറയുകയാണ്: ഞാൻ നിന്നെ പരിഗണിക്കുന്നുവെന്ന്. 4.
ഫോർഗീവ് യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ ക്ഷമിക്കുന്നത്. കഴിഞ്ഞ കാലത്തെയും ഉണ്ടായ നാണക്കേടുകളെയും വിട്ടുകൊടുക്കുക, റിലീസ് ചെയ്യുക. സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്ഷമാപണ കത്തെഴുതാം. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നെല്ലാം പറയാം. 5. സ്പീക്ക് ലവിങ് വേർഡ്സ് ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ സ്നേഹത്തോടെ സംസാരിക്കാം. വാക്കുകൾ വളരെ ശക്തങ്ങളാണ്, അതുകൊണ്ട് അവയെ വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കാം. ദിവസവും കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയാം, ഞാൻ മതിയായവനാണ്. ഐ ആം ഇനഫ്. ഞാൻ എന്നിൽ തന്നെ അഭിമാനം കൊള്ളുന്നു. ഞാൻ വളരുകയാണ് എന്നിങ്ങനെയെല്ലാം. 6. സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ സെൽഫ്. നിങ്ങളുമായി തന്നെ ക്വാളിറ്റി സമയം ചിലവഴിക്കുന്നത്. അതിനായി ജേർണലിംഗ് ചെയ്യാം, ഒറ്റയ്ക്ക് നടക്കാൻ പോകാം, മെഡിറ്റേഷൻ ചെയ്യാം, മ്യൂസിക് മൈൻഡ്ഫുള്ളായി കേൾക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ തന്നെ സാന്നിധ്യം ആസ്വദിക്കാൻ പഠിക്കാം, മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നും കൂടാതെ. 7. സെലിബ്രേറ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ അഭിനന്ദനത്തിനായി കാത്തിരിക്കേണ്ടതില്ല. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ സ്വയം ചോദിക്കാം, ഇന്ന് ഞാൻ നന്നായി ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഞാൻ എന്നിൽ തന്നെ വിലമതിക്കുന്ന കാര്യം എന്താണ് എന്നെല്ലാം. അവയ്ക്കെല്ലാം സ്വയം അഭിനന്ദിക്കാം. ഇങ്ങനെ കൊച്ചു വിജയങ്ങൾ പോലും കാണപ്പെടാൻ അനുവദിക്കാം. ദിവസവും രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയാം, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്, ഇന്ന് ഞാൻ നിനക്കായി ഉണ്ട്. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നമ്മുടേതാണ് എന്നെല്ലാം. ഇവ വളരെ സിമ്പിളാണെങ്കിലും വളരെ പവർഫുള്ളും സാവധാനം തലച്ചോറിനെ റീവയർ ചെയ്യുവാൻ സഹായിക്കുന്നതുമാണ്. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക എന്നതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ആവശ്യമില്ല എന്നർത്ഥമില്ല. ഇതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരാൽ പൂർണ്ണരാകുന്നതിന് കിണഞ്ഞ് പരിശ്രമിക്കുന്നില്ല എന്ന് മാത്രം. നിങ്ങൾ ശരിയായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് ഹീലാകുന്നു, ഭയം കൂടാതെ വളരുന്നു, ആഴത്തിൽ സംതൃപ്തിയും സമാധാനവും അനുഭവിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരു രാത്രി കൊണ്ടല്ല ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കാം. ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേ സ്നേഹവും ബഹുമാനവും പരിഗണനയും ഞാൻ എനിക്ക് തന്നെ നൽകുമെന്ന്. കാരണം നിങ്ങളത് അർഹിക്കുന്നു. യു ഡിസേർവ് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, കൂടെ ദൈവവുമുണ്ട്.